എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ചെന്നൈയുടെ ചരിത്രപ്രസിദ്ധമായ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ, അതായത് സാക്ഷാൽ ചെപ്പോക്കിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ മിന്നും പോരാട്ടത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചത്. സ്പിന്നർമാരെ തുണയ്ക്കുന്ന വെല്ലുവിളികൾ നിറഞ്ഞ ചെപ്പോക്കിലെ പിച്ചിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആദ്യം ബോൾ ചെയ്യാൻ ധീരമായ തീരുമാനമെടുത്തു. പിന്നീട് കണ്ടത് ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയെ വെല്ലുന്ന മുഹൂർത്തങ്ങൾ നിറഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇന്നിംഗ്സാണ്. തുടക്കത്തിൽ ഗുജറാത്ത് ബൌളർമാർ തീപ്പൊരി പാറിച്ചപ്പോൾ അവസാന ഓവറുകളിൽ നായകൻ ഋതുരാജ് ഗേക്വാദിന്റെ ഉത്തരവാദിത്തം നിറഞ്ഞ ഇന്നിംഗ്സും ജെയ്മി ഓവർട്ടന്റെ വെടിക്കെട്ട് ക്യാമിയോയും ചേർന്ന് ചെപ്പോക്കിനെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. മഞ്ഞ ജേഴ്സി അണിഞ്ഞ ആയിരക്കണക്കിന് ആരാധകരുടെ ഇരമ്പുന്ന സാഗരത്തിന് നടുവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ബാറ്റിംഗ് ആരംഭിച്ചപ്പോൾ മൈതാനത്ത് വല്ലാത്തൊരു ഊർജ്ജവും ആവേശവും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ആ ആവേശത്തിന്റെ നിമിഷങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭയപ്പെടുത്തുന്നതും രോമാഞ്ചമുണ്ടാക്കുന്നതുമായ ഒരു ദുരഞ്ഞ കാഴ്ചയായി മാറുമെന്ന് ഏറ്റവും കടുത്ത ചെന്നൈ ആരാധകൻ പോലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ചെപ്പോക്കിലെ ആവേശ തിരമാലകളെ നിശബ്ദമാക്കുമെന്നുറപ്പിച്ചാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ പേസ് പട ഇന്ന് കളത്തിലിറങ്ങിയത്. ദക്ഷിണാഫ്രിക്കയുടെ പേസ് ഇതിഹാസം കഗീസോ റബാഡയും ഇന്ത്യയുടെ സ്വന്തം മുഹമ്മദ് സിറാജും തങ്ങളുടെ തീതുപ്പുന്ന കൃത്യതയാർന്ന പന്തുകളിലൂടെ ചെന്നൈയുടെ മുൻനിരയെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞു. ഇന്നിംഗ്സിന്റെ 4ാം ഓവർ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഗാലറിയെ ഒന്നടങ്കം സ്തബ്ധരാക്കിയ ഓവറുകളിലൊന്നായി ഓർമ്മിക്കപ്പെടുന്ന ഓവറാണ്. റബാഡയുടെ അത്യുഗ്രൻ ബൌളിംഗ് പ്രകടനത്തിന് മുന്നിൽ ചെന്നൈ ആരാധകർ തങ്ങളുടെ സീറ്റുകളിൽ ശ്വാസമടക്കിയിരുന്നു പോയി. ആദ്യം ചെന്നൈയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്ററും ഉപനായകനുമായ സാക്ഷാൽ സഞ്ജു സാംസനെ 11-ന് റബാഡ തന്റെ അപ്രതീക്ഷിതമായ ബൗൺസറിലൂടെ കബളിപ്പിച്ചു. പന്ത് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പന്ത് ബാറ്റിന്റെ പുറം ഭാഗത്തുരസി വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറുടെ വിശ്വസ്തമായ കൈകളിലേക്ക് പറന്നിറങ്ങി. ഈ ആഘാതത്തിൽ നിന്ന് ചെപ്പോക്ക് മുക്തമാകുന്നതിനു മുൻപ് തൊട്ടടുത്ത പന്തിൽ ഉർവിൽ പട്ടേലിനെ 4-ന് മണിക്കൂറിൽ 149.2 കിലോമീറ്റർ വേഗത്തിൽ വന്ന ഒരു തീപ്പൊരി പന്തിലൂടെ റബാഡ വീഴ്ത്തി. പന്തിന്റെ വേഗത്തിൽ പകച്ചുപോയ ഉർവിലിന്റെ ബാറ്റിലുരസിയ പന്ത് സ്ലിപ്പിൽ കാത്തുനിന്ന ജെയ്സൺ ഹോൾഡറുടെ കൈകളിൽ ഭദ്രമായി വിശ്രമിച്ചു. വെറും 2 പന്തുകൾ കൊണ്ട് ചെന്നൈയുടെ നട്ടെല്ല് തകർന്നിരുന്നു. ഈ ഇരട്ട പ്രഹരത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് മറുഭാഗത്ത് മുഹമ്മദ് സിറാജ് തന്റെ മാന്ത്രിക സ്വിംഗിലൂടെ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഇംപാക്ട് പ്ലെയറായി ക്രീസിലെത്തിയ സർഫറാസ് ഖാനിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ സിറാജ് എറിഞ്ഞ ആദ്യ പന്ത് തന്നെ സർഫറാജിനെ അമ്പരപ്പിച്ച ഇൻസ്വിംഗറായിരുന്നു. പന്ത് പുൾ ചെയ്യാൻ ശ്രമിച്ച സർഫറാസിന് പൂർണ്ണമായും പിഴച്ചു. പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിലേക്ക് ഉയർന്നു. ജോസ് ബട്ട്ലർ മറ്റൊരു അനായാസ ക്യാച്ച് കൂടെ സ്വന്തമാക്കിയതോടെ സർഫറാസ് ഗോൾഡൻ ഡക്കായി മടങ്ങുപോയി. വെറും 4.4 ഓവറുകൾക്കുള്ളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഏറ്റവും ശക്തരായ 3 താരങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. സ്കോർ ബോർഡ് അപ്പോൾ ഒരു ഹൊറർ സിനിമയുടെ തിരക്കഥ പോലെ ഭയാനകമായി തോന്നിപ്പിച്ചു. ആരാധകരുടെ ആരവങ്ങൾ കൊണ്ട് കാതടയേണ്ട ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ അപ്പോൾ ഒരു ശ്മശാന മൂകത തളം കെട്ടി നിന്നിരുന്നു. എന്നാൽ ദുരിതങ്ങളുടെ ഈ ഇരുണ്ട അധ്യായം അവിടെയും അവസാനിച്ചില്ല. ബേബി എബി എന്ന് വിളിക്കപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ യുവതാരം ഡെവാൾഡ് ബ്രെവിസിലായിരുന്നു പിന്നീട് പ്രതീക്ഷ. എന്നാൽ ഗുജറാത്തിന്റെ യുവ സ്പിന്നർ മാനവ് സുതാർ ഒരുക്കിയ സ്പിൻ വലയിൽ ബ്രെവിസും വീണു. ഫ്ലൈറ്റ് ചെയ്തു വന്ന പന്ത് മനസ്സിലാക്കാൻ കഴിയാതെ ബ്രെവിസ് തന്റെ വിക്കറ്റ് വലിച്ചെറിഞ്ഞു. ചെന്നൈയുടെ കോട്ട പൂർണ്ണമായും തകർന്നിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സിംഹങ്ങൾ മൈതാനത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. തോൽവിയുടെ കരിമേഘങ്ങൾ ചെന്നൈക്ക് മുകളിൽ ഉരുണ്ടുകൂടിയ 33,000-ലധികം ആരാധകർ ശ്വാസമടക്കി പിടിച്ചിരുന്ന എം.എ. ചിദംബരം സ്റ്റേഡിയത്തിലെ ആ ഉഷ്ണമുള്ള ഉച്ചതിരിഞ്ഞ വേളയിൽ ധീരതയുടെയും മാന്ത്രികമായ തിരിച്ചുവരവിന്റെയും യഥാർത്ഥ പോരാട്ടമാണ് അവിടെ ആരംഭിച്ചത്. ചെന്നൈയുടെ സ്കോർ ബോർഡ് ഒരു ആഴമുള്ള മുറിവ് പോലെ തോന്നിപ്പിച്ചു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നായകൻ ഋതുരാജ് ഗേക്വാദും വിശ്വസ്തനായ പവർ ഹിറ്റർ ശിവം ദുബെയും തങ്ങളുടെ പരിചയും വാളുമായി പോരാട്ടത്തിനിറങ്ങി. സാധാരണയായി തന്റെ ആക്രമണോത്സായ ശൈലിക്ക് പേരുകേട്ട ഋതുരാജ് തന്റെ പതിവ് പോരാട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ടീമിന്റെ ആവശ്യം മനസ്സിലാക്കി തന്റെ സഹജമായ സ്വഭാവത്തിന് തികച്ചും വിപരീതമായി അത്ഭുതകരമായ സംയമനവും പക്വതയും പ്രകടിപ്പിച്ചു. അപകടസാധ്യതയുള്ള എല്ലാ ഷോട്ടുകളും ഒഴിവാക്കി അദ്ദേഹം ഒരു പ്രഗത്ഭനായ ശില്പിയെപ്പോലെ ഇന്നിംഗ്സിന് പതുക്കെ ജീവൻ നൽകി. ഉരുകുന്ന ചൂടിൽ ഓരോ റണ്ണിനുമായി അദ്ദേഹം പൊരുതി. പിച്ചിൽ തന്റെ വേരുകൾ കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യനിര തകർന്നടിഞ്ഞ ആ സമയത്ത് ചെപ്പോക്കിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട ഒരു വീരഗാഥയാണ് അവിടെ രചിക്കപ്പെട്ടത്. മറുഭാഗത്ത് സ്പിന്നർമാരുടെ പേടി സ്വപ്നമായ സാക്ഷാൽ ശിവം ദുബെ തന്റെ അവിശ്വസനീയമായ ശാരീരിക കരുത്ത് പുറത്തിറക്കാൻ തുടങ്ങി. ലോകത്തെ ഏറ്റവും മികച്ച ലെഗ് സ്പിന്നറായ റാഷിദ് ഖാനെയും വിൻഡീസ് ഇതിഹാസം ജെയ്സൺ ഹോൾഡറെയും ദുബെ തന്റെ പ്രധാന ലക്ഷ്യങ്ങളാക്കി മാറ്റി. ബൌളർമാരോടുള്ള യാതൊരു ധയവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. തന്റെ നീളമേറിയ കൈകൾ ഉപയോഗിച്ച് ലോങ് ഓണിനും കൗ കോർണറിനും മുകളിലൂടെ അദ്ദേഹം കൂറ്റൻ സിക്സറുകൾ പറത്തിയപ്പോൾ ഗുജറാത്ത് ഡഗ്ഔട്ടിൽ പരിഭ്രാന്തിയും ഭയവും നിശബ്ദതയും ഒരുമിച്ച് പടർന്നു. പന്ത് വെള്ളടി മിന്നൽ പോലെ ഗാലറിയിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ എല്ലാം ചെപ്പോക്കിലെ ആരവം ഒരു സുനാമി തിരമാല പോലെ ഗുജറാത്ത് ബൌളർമാരുടെ ഹൃദയത്തിൽ ഭയം നിറച്ചു. 13ാമത്തെയും 14ാമത്തെയും ഓവറുകൾക്കിടയിലാണ് മത്സരത്തിന്റെ യഥാർത്ഥ വഴിത്തിരിവ് സംഭവിക്കുന്നത്.
വെറും പ്രതിരോധം കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ നായകൻ ഋതുരാജ് ഗേക്വാദ് തന്റെ ഗിയർ മാറ്റാൻ ധീരമായ തീരുമാനമെടുത്തു. ക്ലാസിക് ശൈലിയിൽ നിന്ന് പെട്ടെന്നൊരു സംഹാരകനായി അദ്ദേഹം മാറി. യുവ ബൌളർ അർഷാദ് ഖാനിന്റെ വേഗത്തെ അദ്ദേഹം അതിവിദഗ്ധമായി ഉപയോഗിച്ചു. പിന്നീട് റാഷിദ് ഖാനെതിരെ തുടർച്ചയായി 2 മനോഹരവും എന്നാൽ അതിശക്തവുമായ ബൗണ്ടറികൾ അദ്ദേഹം പായിച്ചു. അതോടെ നിരാശരായ ചെപ്പോക്കിലെ കാണികളുടെ മുഖത്ത് പുതിയൊരു പ്രതീക്ഷയും പുഞ്ചിരിയും വിടർന്നു. സ്റ്റേഡിയം മുഴുവൻ ഒരൊറ്റ നാമത്താൽ പ്രകമ്പനം കൊണ്ടു: ഋതു, ഋതു, ഋതു. ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ആധിപത്യം തിരികെ പിടിച്ച ആ നിമിഷത്തിൽ ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗിൽ പോലും നെറ്റിയിലെ വിയർപ്പ് തുടയ്ക്കാൻ നിർബന്ധിതനായി. ഋതുരാജിന്റെ ബാറ്റിംഗ് ഒരു അത്ഭുതത്തിൽ കുറവില്ലായിരുന്നു. ഒരു ഭാഗം കാത്തുസൂക്ഷിച്ച അദ്ദേഹം കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും വെറും 49 പന്തുകളിൽ തന്റെ ഈ സീസണിലെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഋതുരാജിന്റെ ബാറ്റിൽ നിന്ന് പിറന്ന ഓരോ ഷോട്ടും ചെന്നൈ ആരാധകർക്ക് ഒരു സാന്ത്വനമായിരുന്നു. നായകൻ ക്രീസിലുള്ളിടത്തോളം ചെന്നൈയുടെ കോട്ട ഭദ്രമാണെന്ന് അത് തെളിയിച്ചു. എന്നാൽ ക്രിക്കറ്റിലെ അനിശ്ചിതത്വങ്ങൾ അവിടെയും അവസാനിച്ചില്ല. ഈ കൂട്ടുകെട്ട് ചെന്നൈയെ ഒരു വലിയ സ്കോറിലേക്ക് നയിക്കുമെന്ന് തോന്നിയ നിമിഷത്തിൽ അർഷാദ് ഖാനിന്റെ മാരകമായ ഒരു യോർക്കർ ശിവം ദുബെയുടെ സ്റ്റമ്പുകൾ പിഴുതെറിഞ്ഞു. ശിവം ദുബെയുടെ ലെഗ് സ്റ്റമ്പ് തെറിച്ചതോടെ ഗുജറാത്ത് ക്യാമ്പിൽ വീണ്ടും ജീവൻ വച്ചു. ഈ ആഘാതത്തിന് തൊട്ടുപിന്നാലെ ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗിൽ തന്റെ വജ്രായുധമായ കഗീസോ റബാഡയെ തിരികെ വിളിച്ചു. വന്നയം കാർത്തിക് ശർമ്മയെ കൂടാരത്തിലേക്ക് തിരിച്ചയച്ച റബാഡ ചെന്നൈയുടെ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാക്കി. ഓരോ പന്തും ഒരു ചോദ്യചിഹ്നവും ഓരോ റണ്ണും സ്വർണത്തോളം വിലപിടിപ്പുള്ള ഒരു നിർണായക ഘട്ടത്തിലായിരുന്നു അപ്പോൾ ചെന്നൈ. എന്നാൽ ചെപ്പോക്കിൽ പടർന്നു കയറിയ നിരാശയുടെ മൂടൽമഞ്ഞ് വൈകാതെ നീങ്ങാൻ പോകുകയായിരുന്നു. യഥാർത്ഥ ആവേശവും റൺമഴയും ഇന്നിംഗ്സിന്റെ അവസാന 2 ഓവറുകളിലാണ് കാത്തിരുന്നത്. ചെന്നൈ 140 റണ്ണ് പോലും എടുക്കില്ലെന്ന് തോന്നിയ നിമിഷത്തിലാണ് ഇംഗ്ലീഷ് പവർ ഹൌസ് ജെയ്മി ഓവർട്ടൺ ക്രീസിലിരുന്നത്. 19ാം ഓവറിൽ അർഷാദ് ഖാനെ നേരിട്ട ഓവർട്ടൺ സ്റ്റേഡിയത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റി. അർഷാദ് ഖാനിന്റെ വേഗത്തെയും ലെങ്തിനെയും നിഷ്കരുണം പ്രഹരിച്ച് അദ്ദേഹം ആ ഒരൊറ്റ ഓവറിൽ ഒരു കൂറ്റൻ സിക്സറും അതിഗംഭീരമായ 3 ബൗണ്ടറികളും പറത്തി. ചെപ്പോക്കിലെ ആരാധകർ വീണ്ടും സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് ആർത്തുവിളിച്ചു. അർഷാദ് ഖാനിന്റെ ഒരു ലെങ്ത് പന്തിൽ ഓവർട്ടൺ പറത്തിയ ആ 95 മീറ്റർ സിക്സർ ക്രിക്കറ്റ് പുസ്തകങ്ങളിൽ ഇടം നേടേണ്ട ഒരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു. ഡഗ്ഔട്ടിലിരുന്ന ഏറ്റവും ശാന്തനായ ക്യാപ്റ്റൻ കൂൾ MS ധോണിക്ക് പോലും ആ ഷോട്ട് കണ്ടപ്പോൾ പുഞ്ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ധോണി സന്തോഷത്തോടെ കൈയടിക്കുന്നത് കാണുക അന്ന് ചെന്നൈക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. വെറും 6 പന്തുകളിൽ നിന്ന് 18 റൺ അടിച്ചെടുത്ത ഓവർട്ടന്റെ ഈ സംഹാര താണ്ഡവം ചെന്നൈയുടെ സ്കോറിനെ വെന്റിലേറ്ററിൽ നിന്ന് വലിച്ചെടുത്ത് ഒരു വെല്ലുവിളിയുള്ള സ്കോറിലേക്ക് എത്തിച്ചു. ഓവർട്ടന്റെ ഈ ബാറ്റിംഗ് വെടിക്കെട്ട് ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലിനെ തന്ത്രങ്ങൾ മാറ്റാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഈ മഹാപോരാട്ടത്തിന്റെ യഥാർത്ഥ ക്ലൈമാക്സ് അപ്പോഴും ബാക്കിയായിരുന്നു. അവസാന ഓവർ എറിയാനുള്ള ചുമതല ഗുജറാത്ത് നായകൻ യുവ സ്പിന്നർ മാനവ് സുതാറിനെ ഏൽപ്പിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ ഒരു വല്ലാത്ത ആകാംക്ഷ നിറഞ്ഞു. എന്നാൽ ആ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ നായകൻ ഋതുരാജ് ഗേക്വാദ് തീരുമാനിച്ചുറച്ചു. അതുവരെ ഒരു ആങ്കറിന്റെ റോൾ ഭംഗിയായി നിർവഹിച്ച ഋതുരാജ് അവസാന 6 പന്തുകളിൽ തന്റെ രൗദ്രഭാവം പുറത്തെടുത്തു. മാനവ് സുതാറിന്റെ പരിചയമില്ലായ്മയും സമ്മർദ്ദവും അദ്ദേഹം നിഷ്കരുണം മുതലെടുത്തു. ആദ്യ 3 പന്തുകളിൽ തുടർച്ചയായി 3 അതിമനോഹരമായ ബൗണ്ടറികൾ നേടി അദ്ദേഹം ഗുജറാത്ത് ഫീൽഡർമാരെ കാഴ്ചക്കാരാക്കുക മാത്രമല്ല ചെന്നൈയുടെ സ്കോർ 150 എന്ന മാന്ത്രിക സംഖ്യ കടത്തുകയും ചെയ്തു. ക്രിക്കറ്റ് പണ്ഡിതന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ക്ലാസ് ബാറ്റിംഗ്. സുതാർ എറിഞ്ഞ ദിശ തെറ്റിയ ഒരു ഫുൾ ടോസ് പന്തിനെ അദ്ദേഹം അതിവിദഗ്ധമായി സ്ക്വയർ ലെഗിലൂടെ ഫ്ലിക്ക് ചെയ്തു. പന്ത് ഒറ്റ ബൗൺസിൽ അതിർത്തി കടന്നു. തുടർന്നുള്ള 2 പന്തുകളിൽ നേരെ സ്ട്രെയിറ്റ് ഡ്രൈവുകളിലൂടെ പന്തിനെ റോക്കറ്റ് പോലെ അദ്ദേഹം ബൗണ്ടറിയിലെത്തിച്ചു. ഈ പ്രഹരങ്ങൾക്ക് മുന്നിൽ ഗുജറാത്ത് ബൌളർമാർ അക്ഷരാർത്ഥത്തിൽ കീഴടങ്ങി. അതുവരെ ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പായി തോന്നിയ ചെപ്പോക്കിലെ പിച്ചിൽ ഋതുരാജിന്റെ ബാറ്റിംഗ് ഒരു പട്ടുപോലെ മൃദുവായി അനുഭവപ്പെട്ടു. ഈ അവസാന ഓവറിലെ കടന്നാക്രമണം ചെന്നൈയുടെ സ്കോർ ബോർഡിന് പുത്തൻ ജീവൻ നൽകുക മാത്രമല്ല മത്സരത്തിന്റെ മൊമെന്റം പൂർണ്ണമായും അവരുടെ പക്ഷത്തേക്ക് തിരിക്കുകയും ചെയ്തു. സ്റ്റേഡിയം മുഴുവൻ വിസിൽ പൊടു ശബ്ദത്താൽ മുഖരിതമായി. 151 റൺസ് എന്ന വിജയലക്ഷ്യം ഈ വേഗം കുറഞ്ഞ പിച്ചിൽ തങ്ങൾക്കൊരു അഗ്നിപരീക്ഷയായിരിക്കുമെന്ന് ഗുജറാത്ത് ടൈറ്റൻസിന് അപ്പോൾ നന്നായി മനസ്സിലായിട്ടുണ്ടായിരുന്നു. 20 ഓവറുകൾ അവസാനിച്ചപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്കോർ 7-ന് 158 എന്ന ശക്തമായ നിലയിലായിരുന്നു ഇന്നിംഗ്സ് പൂർത്തിയാക്കിയത്. എന്നാൽ 159 എന്ന സ്കോർ ചെപ്പോക്കിലെ ഈ സ്ലോ പിച്ചിൽ ഗുജറാത്തിനൊരു വലിയ ബാലികേറാമലയാകുമെന്ന് കരുതിയ ചെന്നൈ ആരാധകരുടെ പ്രതീക്ഷകളെല്ലാം വെറും മിഥ്യയായിരുന്നു എന്ന് തെളിയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 159 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓപ്പണർമാരായ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ചെന്നൈയുടെ ബൌളിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തുകയായിരുന്നു. സ്പിന്നർമാരെ തുണയ്ക്കുമെന്ന് കരുതിയ പിച്ചിൽ ആദ്യ ഓവർ എറിയാനെത്തിയ ചെന്നൈയുടെ വിശ്വസ്ത സ്പിന്നർ അക്കീൽ ഹുസൈനെതിരെ തുടക്കത്തിൽ തന്നെ ഗിൽ തന്റെ സംഹാര താണ്ഡവം അഴിച്ചുവിട്ടു. ഓവറിലെ 5ാം പന്തിൽ ഇൻസൈഡ് ഔട്ട് ഷോട്ടിലൂടെ ഒരു ബൗണ്ടറി നേടിയ ഗിൽ ഗർജപ്മീത് സിംഗ് ബൗണ്ടറി ലൈനിൽ തെന്നി വീണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ആ നിമിഷത്തിന് തൊട്ടുപിന്നാലെ ഒരു കിടിലൻ സിക്സറിലൂടെ തന്റെ നയം വ്യക്തമാക്കി. മഞ്ഞപ്പടയുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് 3ാം ഓവറിൽ പേസർ ജെയ്മി ഓവർട്ടൺ പന്തെറിയാനെത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഓവർട്ടന്റെ ഷോട്ട് ബോളുകളെ യാതൊരു ദയയുമില്ലാതെയാണ് ഗുജറാത്ത് ഓപ്പണർമാർ നേരിട്ടത്. ഗിൽ ഫൈൻ ലെഗിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ പറത്തിയപ്പോൾ 2 പന്തുകൾക്ക് ശേഷം സായ് സുദർശൻ സ്ക്വയർ ലെഗിലൂടെ പന്ത് സ്റ്റേഡിയത്തിന്റെ 2ാം നിലയിലെത്തിച്ച് തന്റെ ക്ലാസ് തെളിയിച്ചു. ഗുജറാത്തിന്റെ റൺവേട്ട അവിടെയും അവസാനിച്ചില്ല.
5-ാം ഓവറിൽ ഗർജപ്നീത് സിംഗിനെതിരെ സുദർശൻ തുടർച്ചയായി 2 ബൗണ്ടറികൾ കൂടി നേടി. അതിലൊന്ന് കാർത്തിക് ശർമ്മയുടെ ഫീൽഡിംഗ് പിഴവിൽ നിന്നായിരുന്നുവെങ്കിൽ മറ്റൊന്ന് അതിമനോഹരമായ ഒരു 1-ഹാൻഡ് സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെയായിരുന്നു. 6-ാം ഓവറിൽ ഗർജപ്നീത് സിംഗിനെതിരെ ഗിൽ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു വമ്പൻ സിക്സർ കൂടി പറത്തിയതോടെ ചെന്നൈ പൂർണ്ണമായും പ്രതിരോധത്തിലായി. തൊട്ടടുത്ത പന്തിൽ ഗില്ലിനെ പുറത്താക്കാൻ ലഭിച്ച സുവർണ അവസരം അഖീൽ ഹുസൈൻ കൈവിട്ടത് ചെന്നൈക്ക് വലിയ തിരിച്ചടിയായി. ഡൈവ് ചെയ്ത് പന്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹുസൈനിന്റെ കവിൾത്തടം ഗ്രൗണ്ടിലിടിച്ച് അദ്ദേഹത്തിന് പരിക്കേൽക്കുക കൂടി ചെയ്തതോടെ ചെപ്പോക്കിൽ വീണ്ടും ശ്മശാന മൂകത തളംകെട്ടി. എന്നാൽ ഗുജറാത്ത് വിക്കറ്റ് നഷ്ടമില്ലാതെ കുതിക്കുന്നതിനിടയിൽ 7-ാം ഓവറിലെ 3-ാം പന്തിൽ ചെപ്പോക്ക് ഒന്നടങ്കം എഴുന്നേറ്റുനിന്ന് കൈയടിച്ച ഒരു മാന്ത്രിക നിമിഷം പിറന്നു. നൂർ അഹമ്മദ് എറിഞ്ഞ പന്ത് ലെഗ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയ ഒരു വൈഡ് ഡെലിവറിയായിരുന്നു. എന്നാൽ ചെന്നൈയുടെ ഉപനായകനും വിശ്വസ്തനുമായ സാക്ഷാൽ സഞ്ജു സാംസൺ വിക്കറ്റിനു പിന്നിൽ ഒരു മിന്നൽ പിണർ പോലെയാണ് ആ പന്തിനായി കാത്തുനിന്നത്. പന്ത് ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ച ഗില്ലിന്റെ കാൽപദം ക്രീസിൽ നിന്ന് 1 ഇഞ്ച് ഉയർന്ന ആ നൊടിയിടയിൽ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ സഞ്ജു ബെയിൽസ് ഇളക്കിയിരുന്നു. 23 പന്തിൽ 3 സിക്സറുകളും ഒരു 4-മടക്കം 33 റൺസ് എടുത്ത ഗില്ലിനെ സ്തബ്ധലാക്കുന്ന വിധത്തിൽ സഞ്ജു സാംസൺ നടത്തിയ ആ ലൈറ്റ്നിംഗ് ഫാസ്റ്റ് സ്റ്റംപിംഗ് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പിംഗ് മുഹൂർത്തങ്ങളിൽ ഒന്നായി ക്രിക്കറ്റ് ലോകം വാഴ്ത്തും. ഗില്ലിന്റെ പുറത്താകൽ ചെന്നൈക്ക് നേരിയ ഒരു ആശ്വാസം നൽകിയെങ്കിലും 3-ാമനായി ക്രീസിലെത്തിയ അപകടകരനായ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലർ ആ ആശ്വാസം അധികനേരം നീണ്ടുനിൽക്കാൻ അനുവദിച്ചില്ല. മറുഭാഗത്ത് സായ് സുദർശൻ തന്റെ ബാറ്റിംഗ് വിരുന്ന് തുടർന്നുകൊണ്ടേയിരുന്നു. ഗർജപ്നീത് സിംഗിനെതിരെ ഒരു മനോഹരമായ കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി നേടിയ സുദർശൻ 11-ാം ഓവറിൽ അഖീൽ ഹുസൈനെതിരെ ലോങ് ഓണിന് മുകളിലൂടെ പറത്തിയ കൂറ്റൻ സിക്സർ ചെന്നൈയുടെ വിധി എഴുതുന്നതായിരുന്നു. ബൗണ്ടറി ലൈനിൽ ഡെവോൾഡ് ബ്രെവിസ് വായുവിൽ പറന്നുയർന്ന് പന്ത് കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിലും ബാലൻസ് നഷ്ടപ്പെട്ട് ബൗണ്ടറി ലൈനിൽ സ്പർശിച്ചത് ചെന്നൈയുടെ നിസ്സഹായതയുടെ നേർചിത്രമായി. മറുഭാഗത്ത് ശിവം ദൂബെയെയും നൂർ അഹമ്മദിനെയും അതിമനോഹരമായ ഷോട്ടുകളിലൂടെ ബൗണ്ടറി കടത്തി ജോസ് ബട്ട്ലറും തന്റെ താളം കണ്ടെത്തി. 12-ാം ഓവറിൽ നൂർ അഹമ്മദിന്റെ പന്ത് സ്ക്വയർ ലെഗിലേക്ക് കളിച്ച് സിംഗിൾ നേടിയതോടെ സായ് സുദർശൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 12 ഓവറുകൾ പിന്നിടുമ്പോൾ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് 1-125 മുകളിൽ എന്ന അതിശക്തമായ നിലയിലെത്തിയ ഗുജറാത്ത് വളരെ അനായാസം തന്നെ ലക്ഷ്യം കണ്ടു. സ്ലോ പിച്ചിൽ ചെന്നൈ തീർത്ത 159 റൺസ് എന്ന വിജയലക്ഷ്യം സായ് സുദർശന്റെയും ജോസ് ബട്ട്ലറുടെയും അനായാസമായ ബാറ്റിംഗിന് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞായിരുന്നു. യാതൊരു സമ്മർദ്ദവുമില്ലാതെ ബാക്കി റൺസ് അടിച്ചുകൂട്ടിയ ഗുജറാത്ത് ടൈറ്റൻസ് ആ ചെപ്പോക്കിലെ ആ മഞ്ഞക്കടലിനെ പൂർണ്ണമായും നിശബ്ദരാക്കിക്കൊണ്ട് ഗംഭീരമായൊരു വിജയം സ്വന്തമാക്കി. ചെപ്പോക്കിലെ ആ നാടകീയമായ രാത്രി അവസാനിച്ചപ്പോൾ ചരിത്രത്തിൽ മറ്റൊരു അവിസ്മരണീയമായ അധ്യായം കൂടി എഴുതി ചേർക്കപ്പെട്ടു. തുടക്കത്തിലെ വൻ തകർച്ചയിൽ നിന്നും ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന്റെയും ജെയ്മി ഓവർട്ടന്റെയും പോരാട്ട വീര്യത്തിലൂടെ ചെന്നൈ ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വന്തം തട്ടകത്തിൽ മറ്റൊരു അത്ഭുത വിജയം ചെന്നൈ മഞ്ഞപ്പട സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ തങ്ങളുടെ തന്ത്രങ്ങളിലും നിർവഹണത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഗുജറാത്ത് ടൈറ്റൻസ് ആ സ്വപ്നങ്ങളെ അതിക്രൂരമായി തന്നെ തച്ചുടച്ചു. സ്ലോ പിച്ചിൽ പതറാതെ അതിവേഗം റൺസ് അടിച്ചുകൂട്ടിയ സായ് സുദർശന്റെയും ജോസ് ബട്ട്ലറുടെയും ബാറ്റിംഗ് മികവ് ചെന്നൈയുടെ സ്പിൻ കെണികളെ പൂർണ്ണമായും നിർജീവമാക്കി. സഞ്ജു സാംസന്റെ ആ ഐതിഹാസികമായ മിന്നൽ സ്റ്റംപിംഗ് എന്ന മാന്ത്രിക നിമിഷം ഒഴിച്ചു നിർത്തിയാൽ മത്സരത്തിന്റെ 2-ാം പകുതി പൂർണ്ണമായും ഗുജറാത്തിന്റെ അനിഷേധ്യമായ ആധിപത്യത്തിലായിരുന്നു. അടിവിൽ ഗാലറിയിലെ ആർത്തിരമ്പുന്ന മഞ്ഞക്കടലിനെ നിശബ്ദരാക്കിക്കൊണ്ട് അർഹിച്ച വിജയവുമായി ഗുജറാത്ത് ടൈറ്റൻസ് മൈതാനം വിടുമ്പോൾ അത് കേവലം ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ അവസാനമായിരുന്നില്ല, മറിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ചെന്നൈയുടെ ആഗ്രഹത്തെ ഗുജറാത്തിന്റെ അചഞ്ചലമായ ഇച്ഛാശക്തി നിഷ്കരുണം കീഴടക്കിയതിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു. ചെന്നൈ ആരാധകരുടെ ഹൃദയം തകർന്നുവെങ്കിലും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ യഥാർത്ഥ വിജയം അവിടെ കാണാമായിരുന്നു. തോൽവിയിലും തലയുയർത്തി നിൽക്കുന്ന ചെന്നൈയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവും ഏതു പ്രതിസന്ധിയിലും ഒട്ടും കുലുങ്ങാത്ത ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഈ രാജകീയ വിജയവും വരും കാലങ്ങളിൽ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ക്ലാസിക് ത്രില്ലറായി തന്നെ ഓർമ്മിക്കപ്പെടും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.